എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഡോർ ഗ്ലാസിൻ്റെ കംപ്ലൈൻറ്റ് റെക്ടിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അത് നമ്മുടെ വണ്ടിയുടെ ഡോർ ഗ്ലാസ് അതിൻ്റെ റണ്ണറിലൂടെ അല്ലാതെ താഴോട്ട് വരികയും മേലോട്ട് പോവുകയൊക്കെ നമ്മൾ വൈൻഡർ കറക്കുമ്പോൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അത് ഊരി താഴോട്ട് നമ്മുടെ ഡോറിനുള്ളിലേക്ക് വെറുതെ വീണ് പോകാനും ഒക്കെ സാധ്യതകൾ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതെന്താണ് സംഭവം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ദോസ്ത് കുട്ടിയുടെ ഡോറ് എന്ന് പറയുന്നത്. ഇത് LH ഡോറാണ് കേട്ടോ, നമ്മുടെ LH ഡോറാണ് ഈ കാണുന്നത്. ഈ ഡോറിൽ തട്ടുമുട്ടൊന്നും കിട്ടിയിട്ടില്ല, പക്ഷേ ഒരു അബദ്ധവശാൽ നമുക്ക് ഒരു പൈപ്പ് വന്ന് ഇപ്പോൾ പൈപ്പ് വലിച്ചപ്പോൾ അത് കൊണ്ടിട്ട് നമ്മുടെ ഗ്ലാസ് ഒരു 2-3 കൊല്ലം മുമ്പാടൊന്ന് പൊട്ടിയിട്ടുണ്ടായി. അപ്പോൾ അന്ന് നമ്മളതിൻ്റെ ഗ്ലാസ് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഗ്ലാസ് മാറിയതിന് ശേഷം നമ്മൾ ഒറിജിനൽ ഗ്ലാസ് നമ്മൾ കമ്പനിയിൽ നിന്ന് വാങ്ങിച്ചല്ല ഗ്ലാസ് മാറിയത്. ആ ഗ്ലാസ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചതിന് ശേഷം പഴയ ഗ്ലാസിൻ്റെ ആ ക്ലാമ്പ് എടുത്ത് ഈ ഗ്ലാസ്സിൽ ഫിക്സ് ചെയ്യുകയായിരുന്നു. പക്ഷെ അതിന് ശേഷം അത് പ്ലാസ്റ്റിക് ക്ലിപ്പ് ആയതിനാൽ അത് ഒടിഞ്ഞു പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഫിക്സ് ചെയ്യാൻ നോക്കി, പക്ഷേ അത് അന്ന് പറ്റിയില്ല. കുറേയൊക്കെ പണിപ്പെട്ട് വേണ്ടി നമ്മൾ ഒരു വിധത്തിൽ അത് നമ്മുടെ ഗ്ലാസ് സീലൻ്റ് വെച്ചിട്ടൊക്കെ ഒട്ടിച്ചിട്ടൊക്കെയാണ് അന്ന് ഇട്ടത്. അപ്പോൾ ഇപ്പം നമ്മുടെ ഗ്ലാസ്സിനുള്ള ഒരു കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വൈൻഡർ ഹാൻഡിൽ താഴ്ത്തുമ്പോൾ നമ്മുടെ ഗ്ലാസ് പോകുന്ന പോക്ക് നിങ്ങൾ കണ്ടോണം. ഒരു അന്തവും കുന്തവും ഇല്ലാതെ എങ്ങോട്ടോ ഗ്ലാസ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. കണ്ടല്ലോ, ഇതാണ് നമ്മുടെ ഡോർ ഗ്ലാസിൻ്റെ അവസ്ഥ. ഇതാണ്ടേ. അപ്പോൾ നമ്മൾ എന്താണ് ഇതിങ്ങനെ വരാനുള്ളൊരു കാരണം എന്നുള്ളത് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഈ ഡോർ പാഡ് അഴിച്ചു നോക്കണം. അപ്പോൾ നമുക്ക് ആ ഡോർ പാഡ് അഴിച്ചു നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ അന്നത്തേതുപോലെ തന്നെ ഗ്ലാസിൻ്റെ ആ ഒരു പ്ലാസ്റ്റിക് ക്ലിപ്പിൽ ഒട്ടിച്ചിരുന്ന ഒട്ടീര് പറഞ്ഞു പോയി. ഗ്ലാസ് ഇവിടെ ഫ്രീ ആയിട്ട് കിടക്കുവാണ്. അതാണ് നമുക്കിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗ്ലാസ് വെറുതെ ഇങ്ങനെ വിട്ട് കിടക്കുവാണ്. നമ്മുടെ വൈൻഡറിനുമായിട്ടുള്ള കണക്ഷനിൽ നിന്ന് ഗ്ലാസ് നമുക്ക് വെറുതെ ഇങ്ങനെ ഊരി താഴോട്ട് കിടക്കുകയാണ്. ഏതെങ്കിലും ഒരു അവസരത്തിൽ ഈ ഗ്ലാസ് നമ്മുടെ ഈ വൈൻഡറിൻ്റെ ഈ പടിയുടെ മുകളിൽ വരുമ്പോഴാണ് ഈ ഗ്ലാസ് നമുക്ക് കൈകൊണ്ടെങ്കിലും പിടിച്ച് പൊക്കാൻ പറ്റുന്നത് എന്നുള്ളതാണ് അതിൻ്റെ സംഭവം. അപ്പോൾ നമുക്കിത് ഈ ഗ്ലാസ് ഊരി പുറത്തോട്ടെടുക്കാം. പിന്നെ നമ്മൾ ഇന്നർ ഗാർണിഷ് ഔട്ടർ ഗാർണിഷ് ഒക്കെ ഊരി എടുക്കേണ്ടതുണ്ട്. നമുക്ക് ആദ്യം ചെയ്യാം. അപ്പോൾ എന്തായാലും ഈ രീതിയിൽ ഗ്ലാസ് വശം വെച്ച് ഒട്ടിച്ചൊക്കെ നമുക്ക് ഇതിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഗ്ലാസ് വശയൊക്കെ ചിരണ്ടിക്കളഞ്ഞ് അത് വൃത്തിയാക്കി എടുക്കാൻ പോവാണ് ഗ്ലാസ്സിനെ. ആദ്യം തന്നെ നമ്മുടെ ഗ്ലാസ്സിനെ വൈൻഡറുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ഈ ഒരു സംവിധാനം പൊട്ടിപ്പോയതുകൊണ്ടാണ് നമ്മുടെ ഈ ഗ്ലാസ് ഇവിടെ നമുക്ക് ഫ്രീ ആയി പോയത്. അതുകൊണ്ടൊക്കെ തന്നെയാണ് നമുക്ക് ഗ്ലാസ് ചേഞ്ച് ചെയ്ത സമയത്ത് ആണ് ഇത് പൊട്ടിപ്പോയത്. അതുകൊണ്ട് തന്നെയാണ് നമുക്കിതിനെ ഗ്ലാസ് വശയൊക്കെ ഇട്ട് നമുക്ക് ഇത് ഈ ഗ്ലാസ്സിലോട് അറ്റാച്ച് ചെയ്ത് ഒട്ടിക്കേണ്ടതായിട്ട് വന്നത്. അപ്പോൾ എന്തായാലും നല്ല ലോഡ് വരുമ്പം അത് നിൽക്കാൻ സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ സംഭവം ഇവിടെ നമ്മുടെ ഗ്ലാസ് ഊരിപ്പോയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സാധനം സെപ്പറേറ്റ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടില്ല. അത് നമ്മൾ കമ്പനി ഗ്ലാസ് മേടിക്കുമ്പോൾ ആ ഗ്ലാസ്സിനോടൊപ്പം തന്നെ അറ്റാച്ച് ചെയ്ത് ഗ്ലാസിൻ്റെ കൂടെയാണ് ഇത് വരുള്ളൂ. അല്ലാതെ ഇത് സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഗ്ലാസ് എന്തായാലും മേടിച്ചു പോയി. ഇനി നമുക്കൊരു കമ്പനി ഗ്ലാസ് മേടിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര കോസ്റ്റ്ലി ആകും. അത് തന്നെയുമല്ല, നിലവിൽ നമ്മുടെ ഡോറിലിരിക്കുന്ന ഗ്ലാസ് അത് വേസ്റ്റ് ആവുകയും ചെയ്യും. അപ്പോൾ അതിനാണ് നമ്മളിപ്പം വേറെ എന്താണ് സംവിധാനം എന്ന് നമ്മൾ നോക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിതിൻ്റെ പുതിയ ക്ലിപ്പും ക്ലാമ്പും ഒന്നും മേടിക്കാൻ പറ്റാത്ത സ്ഥിതിക്ക് നമ്മൾ ഇവിടെ കിടന്നൊരു മാരുതിയുടെ ഒരു സ്ക്രാപ്പ് ഡോർ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇത് അഴിച്ചിട്ട് ഇതിൻ്റെ ഗ്ലാസ് എടുത്തിട്ട് അതിൻ്റെ ഫിറ്റ്മെൻറ്റും കാര്യങ്ങളും ഊരിയെടുത്ത് നമ്മുടെ ഇതിൽ ഫിക്സ് ചെയ്യാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. എത്രത്തോളം സക്സസ് ആവും എന്ന് നമുക്കറിയത്തില്ല. അപ്പോൾ എന്തായാലും നമ്മൾ അതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും നമുക്കിതിൻ്റെ ഗ്ലാസ് ഒന്ന് ഊരിയെടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ മാരുതിയുടെ
ഡോറിനുള്ളിൽ നിന്ന് നമ്മുടെ ഡോർ ഗ്ലാസ് ഊരിയെടുത്തിട്ടുണ്ട്. LH ഡോറിനകത്ത് തന്നെ ഡോർ ഗ്ലാസ്സാണ് നമ്മൾ ഊരിയെടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ നമ്മുടെ ഫിറ്റ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നീളമുള്ള മെറ്റലിനകത്ത് റബ്ബർ വെച്ച് ഫിറ്റ് ചെയ്തിരിക്കുന്ന രീതിയിലുള്ള ഒരു ക്ലാമ്പ് രീതിയാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് സാവധാനം ഇതിൽ നിന്ന് നമുക്ക് ഊരിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്കിത് ഊരിയെടുക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ മാരുതി 800-ൻ്റെ LH ഡോറിൻ്റെ ആ ഒരു ഡോർ ചാനലും അതിൻ്റെ റബ്ബറും കൂടി ഊരിയെടുത്തിട്ടാണ് ഉള്ളത്. ഇനി നമുക്കിത് നമ്മുടെ ദോസ്റ്റിൻ്റെ വൈൻഡറിൽ വെച്ച് ആദ്യം ഇതിൻ്റെ ഹോള് കോയിൻസൈഡ് ചെയ്യുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഇതിനകത്തോട്ട് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ഹോള് കോയിൻസൈഡ് ആകുമ്പോൾ ഇവിടെ നമുക്ക് കോയിൻസൈഡ് ആകുന്നില്ല. ഇവിടെ ഒരു ശകലം വ്യത്യാസത്തിലാണ് നിൽക്കുന്നത്. ഒരു നേരിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇവിടെ നമ്മൾ കറക്റ്റ് ആക്കുമ്പോഴത്തേക്കും ഇവിടെ കറക്റ്റ് ആകുന്നില്ല. അത് നേരിയ വ്യത്യാസത്തിലാണ് നമുക്ക് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ഈ ഗ്ലാസ് ചാനൽ അത് ഒരു രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ചിരുന്നത് നമ്മുടെ ഈ ചാനലിനെ നമുക്ക് രണ്ടായിട്ട് കട്ട് ചെയ്ത് പപ്പാതി ആക്കിയതിന് ശേഷം ഗ്ലാസ്സിലേക്ക് ഫിക്സ് ചെയ്യാമെന്നാണ് നമ്മൾ ആദ്യം വിചാരിച്ചിരുന്നത്. പക്ഷേ നമ്മൾ പിന്നീട് അതിനെപ്പറ്റി ചിന്തിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഈ ഒരു ചാനലിനും അതുപോലെ തന്നെ നമ്മുടെ ഈ മൊത്തത്തിലൊരു ബലക്കുറവുണ്ടാവാം എന്നൊരു തോന്നലുണ്ടായതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്തില്ല. പകരം നമ്മൾ നമ്മുടെ വൈൻഡറിൽ അഴിച്ചെടുത്തതിന് ശേഷം നമ്മുടെ വൈൻഡറിലേക്ക് ഫിക്സ് ആകുന്ന രീതിയിൽ ഇതിൻ്റെ ഈ ഒരു കാല് അല്പം മാറ്റി വെച്ച് നമ്മൾ വെൽഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ വണ്ടിയിൽ നിന്ന് വൈൻഡർ അഴിച്ചെടുത്തതിന് ശേഷം ഇതിൽ കറക്റ്റ് ആവുന്ന രീതിയിൽ ഒരു സ്വല്പം അതിൻ്റെ കാല് കട്ട് ചെയ്ത് ഇങ്ങോട്ട് മാറ്റി വെച്ച് വെൽഡ് ചെയ്തിട്ടാണുള്ളത്. ഇവിടെ നമുക്ക് നോക്കിയറിയാം, ഇവിടെ ഹോള് കറക്റ്റ് ആകുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെയും കറക്റ്റ് ആകുന്നുണ്ട്. ഇനി നമുക്ക് ഈ ചാനൽ ഗ്ലാസ്സിലേക്ക് ഫിക്സ് ആക്കിയതിന് ശേഷം പഴയതുപോലെ തന്നെ നമ്മുടെ വൈൻഡറും അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനലും എല്ലാം ഒന്ന് കണക്ട് ചെയ്ത് പിടിപ്പിച്ച് നോക്കാം. ഗ്ലാസ് ചാനൽ നമ്മുടെ വൈൻഡറിലൊന്ന് ഫിക്സ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഗ്ലാസ് നമ്മുടെ ഡോറിനകത്തേക്ക് ഇറക്കാൻ. എന്നിട്ട് നമ്മൾ നമ്മുടെ ഗ്ലാസ് ചാനൽ വരുന്നത് ഏത് പൊസിഷനിലാണെന്നുള്ളത് നമ്മൾ ഗ്ലാസ്സിൽ മാർക്ക് ചെയ്യേണ്ടതുണ്ട്. മാർക്ക് ചെയ്തിട്ടാണ് നമ്മൾ ഈ ചാനൽ ആദ്യമേ നമ്മൾ നമ്മുടെ ഗ്ലാസ്സിലോട്ട് ഫിക്സ് ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പം നമുക്ക് ആദ്യമേ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഗ്ലാസ് ചാനൽ നമ്മുടെ വൈൻഡറിലോട്ടൊന്ന് മുറുക്കിയതിന് ശേഷം നമ്മുടെ ഗ്ലാസ് എടുത്ത് ഡോറിലേക്ക് ഇട്ടതിന് ശേഷം ഈ ചാനലിൻ്റെ മാർക്ക് എടുത്തിട്ട് വേണം നമുക്ക് ഇത് ഗ്ലാസ്സിലോട്ട് ഫിക്സ് ആക്കാൻ. അപ്പോൾ നമുക്ക് ആദ്യമേ ഗ്ലാസ് ചാനൽ നമ്മുടെ വൈൻഡറിലേക്ക് ഫിക്സ് ആക്കാം. അങ്ങനെ നമ്മുടെ ഗ്ലാസ് ചാനൽ നമ്മുടെ വൈൻഡറിൽ ഫിക്സ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലാസ് ഇറക്കിയതിന് ശേഷം ആ ചാനലിൻ്റെ രണ്ട് സൈഡും ഒന്ന് ഗ്ലാസ്സിലേക്ക് മാർക്ക് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഗ്ലാസ് എടുത്ത് നമ്മൾ ഡോറിനകത്തേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ ചാനലിൻ്റെ നീളം വന്ന ഭാഗം നമ്മളൊന്ന് ജസ്റ്റ് മാർക്കറിന് ഗ്ലാസ്സിലൊരു മാർക്കും കൊടുക്കാം. രണ്ടറ്റത്തും ഒരേ മാർക്ക് കൊടുക്കാം. അതിന് രണ്ടറ്റത്ത് നമുക്ക് മാർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഗ്ലാസ് അതുപോലെ തന്നെ ഗ്ലാസിൻ്റെ പാത്തിയും ഇതുപോലെ തന്നെ ഊരിയെടുത്തതിന് ശേഷം ആ മാർക്കിനുള്ളിൽ ആ മാർക്കിൻ്റെ അതേ രീതിയിൽ തന്നെ നമ്മുടെ ചാനലിനെ റബ്ബർ ബീഡിങ് വെച്ചതിന് ശേഷം ഗ്ലാസ് ചാനലിനെ ഗ്ലാസ്സിലേക്ക് നമ്മൾ അടിച്ച് ഫിക്സ് ചെയ്യണം. ഗ്ലാസ് ചാനൽ ഫിക്സ് ആക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതിൻ്റെ സൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകരുത്. ആ സൈഡ് തിരിഞ്ഞു പോയാൽ നമുക്കിത് വൈൻഡറിലേക്ക് സ്ക്രൂ ചെയ്യാൻ അല്ലെങ്കിൽ ടൈറ്റ് ചെയ്യാൻ പറ്റാതെ വരും. ഇവിടെയാണ് നമ്മുടെ ഒരു മാർക്ക്, ഇവിടെയാണ് നമ്മുടെ രണ്ടാമത്തെ മാർക്ക്.
ഇതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ ഫിക്സ് ആക്കേണ്ടത്. അപ്പം നമ്മൾ നമ്മുടെ ഗ്ലാസ്സിലേക്ക് നമ്മുടെ മാരുതി 800-ൻ്റെ ആ ചാനൽ നല്ല വൃത്തിയായിട്ട് വളരെ ശ്രദ്ധയോടുകൂടി അത് ഫിക്സ് ആക്കിയിട്ടുണ്ട്. നമ്മൾ ആ റബ്ബറും ചാനലും കൂടി പതിയെ ചെറിയ ചുറ്റിയേക്ക് അടിച്ച് നല്ല ക്ലിയറായിട്ട് ഫിക്സ് ആക്കിയിട്ടുണ്ട്. അതൊക്കെ അടിച്ച് കയറ്റുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ വലിയ ഭീമാകാരമായ അടി കൊടുത്താൽ ഗ്ലാസ് പൊട്ടി തകർന്നു പോകുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഒരു രീതിക്കൊക്കെ വേണം നമ്മളത് കൈകാര്യം ചെയ്യേണ്ടത്. അപ്പോൾ നമ്മളത് കറക്റ്റായിട്ട് നമ്മുടെ ഗ്ലാസ്സിൽ ഫിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലാസ് നമ്മുടെ വൈൻഡറിലേക്ക് ഡോറിനുള്ളിലേക്ക് കയറ്റി പിടിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഡോർ ഗ്ലാസ് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ഹാൻഡിൽ കറക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഹാൻഡിൽ കറക്കുമ്പോൾ നിങ്ങൾ നോക്കി നല്ല ക്ലീനായിട്ട് നമ്മൾ എങ്ങനെയാണോ വണ്ടിയിൽ ഈ ഗ്ലാസ് വരുന്നത് അതുപോലെ തന്നെ നമ്മൾ നല്ല ഡീസൻ്റായിട്ട് ഈ സംഭവം സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമുക്ക് ആകെ ചിലവായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 50 രൂപ നമുക്ക് ആ വെൽഡിങ് ചാർജ് മാത്രമാണ് ആയിട്ടുള്ളത്. നമ്മൾക്ക് ഗ്യാസ് വെൽഡിങ്ങിൻ്റെ സംവിധാനം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ആ വെൽഡിങ് പുറത്താണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 50 രൂപ വെൽഡിങ് ചാർജ് മാത്രമാണ് നമുക്ക് ആയിട്ടുള്ളത്. ബാക്കി നമ്മൾ നമ്മുടെ ഗ്ലാസ് ചാനലെല്ലാം നമ്മുടെ സ്ക്രാപ്പിൽ നിന്ന് തന്നെ കളക്ട് ചെയ്ത്, അതിനി സ്ക്രാപ്പിൽ നിന്നല്ല നമ്മളത് എടുത്തെങ്കിൽ പോലും വലിയ പൈസയൊന്നും അതിനാകുന്നില്ല. ചെറിയ പൈസ മാത്രമേ ഉള്ളൂ മാരുതിയുടെ ഗ്ലാസ് ചാനൽ നമ്മൾ പുതിയത് വാങ്ങിക്കുകയാണെങ്കിൽ തന്നെ. അപ്പോൾ നമ്മുടെ ഡോറ് നല്ല സെറ്റപ്പ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ഗ്രീസും ഓയിലും ഒക്കെ നമ്മുടെ വൈൻഡറിന് കുറച്ച് ലൂബ്രിക്കേഷനൊക്കെ ചെയ്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഡോർ പാഡ് ഫിറ്റ് ചെയ്യാവുന്നതാണ്.